നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലും വീഡിയോ കമൻറ്റുകളിലുമൊക്കെ ധാരാളം പേർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങൾ IVF ചെയ്യാൻ ഉദ്ദേശിക്കുന്നു, ഏത് ഹോസ്പിറ്റലിലാണ് അല്ലെങ്കിൽ ഏത് IVF സെൻ്ററാണ് ഏറ്റവും നല്ലത് എന്ന്. ഈയിടെയായി മുമ്പത്തെക്കാളും ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. നമുക്കറിയാം, വിവാഹം കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാവുക എന്നത് ഏതൊരു ദമ്പതികളുടെയും സ്വപ്നമാണ്. കല്യാണം കഴിഞ്ഞ് ഒരു വർഷമൊക്കെ സ്വാഭാവികമായും ഗർഭധാരണത്തിന് ശ്രമിച്ചിട്ടും പിന്നെ ഗർഭമാവാതെ വന്നാൽ പിന്നെ ഡോക്ടറെ കാണിക്കുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും ചെയ്യും. കുറേ കാലം ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടും ഗർഭമാവാതെ വന്നാൽ പിന്നെ ഡോക്ടർമാർ തന്നെ പൊതുവെ നിർദ്ദേശിക്കുന്ന ഒരു കാര്യമാണ് IVF ചെയ്യുക എന്നത്. ഗർഭധാരണം വൈകുന്ന അല്ലെങ്കിൽ വന്ധ്യതാ പ്രശ്നങ്ങളുള്ള ദമ്പതികൾ ഏതെല്ലാം കാരണങ്ങൾ കൊണ്ട് IVF തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ എപ്പോഴാണ് ഏതു സാഹചര്യത്തിലാണ് IVF ചെയ്യേണ്ടത് എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു സംഗതിയാണ്. വിവാഹം കഴിഞ്ഞിട്ട് കുറേയായി, വയസ്സാണെങ്കിൽ കൂടി വരുന്നു. ഈ അവസ്ഥയിലും അതുപോലെ ഓവറിയിലെ അണ്ടങ്ങളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്, AMH ഹോർമോൺ കുറഞ്ഞിട്ടുണ്ട്. ഇത്തരം അവസ്ഥയിലൊക്കെ ധാരാളം പേർ IVF ചെയ്യാൻ ഒരുങ്ങാറുണ്ട്. അതുപോലെ സ്ത്രീക്ക് 2 ട്യൂബും ബ്ലോക്ക് ആണെങ്കിൽ, ഭർത്താവിന് ബീജക്കൗണ്ട് പ്രശ്നങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ പല കാരണങ്ങൾ കൊണ്ടും IVFയിലേക്ക് എത്തിപ്പെടും. സാധാരണ ചികിത്സകളിൽ നിന്നും വ്യത്യസ്തമായി IVF കോസ്റ്റ്ലിയാണ്. ചികിത്സകളൊക്കെ കഴിഞ്ഞു വരുമ്പോഴേക്കും 1.5, 2 അതിലേറെയും ലക്ഷങ്ങൾ ഇതിനു വേണ്ടി ചിലവരുന്നു. ഇങ്ങനെ പൈസ മുടക്കിയാൽ തന്നെ IVF ഫെയിലായി പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നതാണ് IVF ചെയ്യുന്നതിൽ ഏറെ പേർക്കുമുള്ള ആശങ്ക. അതുകൊണ്ട് തന്നെ ഏത് IVF സെൻ്ററിൽ പോയാലാണ് എനിക്ക് ഗർഭിണിയാകാൻ കൂടുതൽ സാധ്യത എന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്നവരിൽ ഒരുപാട് പേർ 1, 2 അതിലേറെയും തവണ IVF ചെയ്തവരാണ്. അതൊക്കെയും വ്യത്യസ്തമായ IVF സെൻ്ററുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഏത് IVF സെൻ്ററാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ പ്രധാനം, IVF ചെയ്യുമ്പോൾ എനിക്ക് എങ്ങനെ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും, അല്ലെങ്കിൽ ഗർഭസാധ്യത ഏറ്റവും കൂടുതൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് IVFന് വേണ്ടി ആലോചിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. പ്രത്യേകിച്ചും ഒരുപാട് പൈസ മുടക്കുന്നുണ്ട്, ഒരുപാട് അധ്വാനം അതിനുണ്ട്, ഒരുപാട് മാനസിക സംഘർഷങ്ങൾ ഇതോടൊപ്പം ഉണ്ടാകുന്നുണ്ട്. അത്തരം ഒരു ഘട്ടത്തിൽ IVF കൂടി ഫെയിലായി പോയാൽ അത് കൂടുതൽ നിരാശ ഉണ്ടാക്കുന്ന കാര്യം കൂടിയാണ്. ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഉള്ള ആഗ്രഹം കൊണ്ട് കയ്യിലുള്ള സ്വർണം വിറ്റും ഭൂമി വിറ്റും ലോൺ എടുത്തും കടം വാങ്ങിയും ഒക്കെ IVFന് വേണ്ടി തുക കണ്ടെത്തുന്നവരുണ്ട്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് വന്ന ഒരു ടീം, അവർ സാമ്പത്തിക ശേഷി വളരെ കുറവുള്ളവരായിരുന്നു. കുട്ടികളാവാതെ കുറേ വർഷങ്ങളായി അവരുടെ വിഷമം കണ്ട് അവരുടെ നാട്ടിലുള്ള നല്ല മനസ്സുള്ള ഒരാൾ IVFന് വേണ്ട തുക അവർക്ക് നൽകുകയും ചെയ്തു. ഇങ്ങനെ പല രീതിയിലും ഒരുപാട് ക്യാഷ് കണ്ടെത്തി അതുകൊണ്ട് IVF ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കേണ്ടത് കൂടിയുണ്ട്. പൈസ മാത്രം ഉണ്ടാക്കി നേരെ ഹോസ്പിറ്റലിൽ പോയി അല്ലെങ്കിൽ IVF സെൻ്ററിൽ പോയി IVF ചെയ്യുന്നതിലും നല്ലത് കുറച്ച് സമയമെടുത്ത് മാനസികമായും ശാരീരികമായും തയ്യാറായ ശേഷം IVF ചെയ്യുന്നതാണ് ഉചിതം. വിദേശ രാജ്യങ്ങളിലൊക്കെ IVF പ്രൊസീജിയറിലേക്ക് കടക്കും മുമ്പ് തന്നെ ദമ്പതികൾക്ക് 1-ലേറെ തവണ കൗൺസിലിംഗ് ചെയ്യാറുണ്ട്. IVF ചെയ്യാൻ തയ്യാറാകുമ്പോൾ ശരിയായ പ്ലാനിംഗ് ഉണ്ടായാൽ വിജയശതമാനം കൂടുതലാക്കാൻ കഴിയും. ഒരുപാട് പേർക്ക് IVF ഫെയിലാവുന്നതിൻ്റെ കാരണങ്ങൾ ഞാൻ മുമ്പ് വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്. IVF ചികിത്സയിൽ സ്ത്രീയുടെ അണ്ടമെടുത്ത് പുരുഷൻ്റെ ബീജവുമായി ലാബിൽ സംയോജിപ്പിച്ച് അങ്ങനെ രൂപപ്പെട്ട എംബ്രിയോ സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കിയാണ് പറയുന്നത്, ഇങ്ങനെ എടുക്കുന്ന അണ്ടവും ബീജവും നല്ല ക്വാളിറ്റി ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. അണ്ടവും ബീജവും ക്വാളിറ്റി ഇല്ല എങ്കിൽ IVF ഫെയിലാകും. ഇത് കൂട്ടാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം. അതുപോലെ എംബ്രിയോ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇംപ്ലാന്റേഷൻ ശരിയായി നടക്കണം. ഇത് നടന്നില്ല എങ്കിലും റിസൾട്ട് നെഗറ്റീവായിരിക്കും. ഇതിന് വേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊന്നും തന്നെ IVF ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അല്ല ചെയ്യേണ്ടത്. ചിലരൊക്കെ ചോദിക്കും, നാളെ എനിക്ക് ട്രാൻസ്ഫർ പറഞ്ഞിട്ടുണ്ട്, പിടിക്കാൻ ഞാൻ എന്തൊക്കെ ചെയ്യണമെന്ന്, അല്ലെങ്കിൽ നാളെ എഗ്ഗ് പിക്ക് ചെയ്യുന്നുണ്ട്, നല്ല എഗ്ഗ് കിട്ടാൻ എന്ത് ചെയ്യണം. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചുരുങ്ങിയത് 2-3 മാസങ്ങൾക്ക് മുന്നേ തന്നെ തയ്യാറെടുപ്പ് നടത്തിയാൽ വളരെ നല്ല റിസൾട്ട് കിട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുന്നു. ഒരുപാട് പ്രതീക്ഷയോടുകൂടി IVF കഴിഞ്ഞ് റിസൾട്ട് നെഗറ്റീവായ ശേഷം സങ്കടം പറഞ്ഞു വരുന്ന ധാരാളം പേരുണ്ട്. അതുകൊണ്ടൊരു കാര്യവുമില്ല. IVF ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ IVF ചെയ്യാൻ നിങ്ങൾ ആലോചിക്കുമ്പോൾ തന്നെ ഇതിനു വേണ്ടി എന്തൊക്കെ ചെയ്യണം, എങ്ങനെയൊക്കെ ഒരുങ്ങണം എന്ന് നിങ്ങൾ ചിന്തിക്കണം. നേരത്തെ IVF ചെയ്ത് ഫെയിലായ ഒരുപാട് പേരെ എനിക്കറിയാം. പിന്നെ അതിനുവേണ്ടി ഒരുങ്ങി തയ്യാറായി പോയപ്പോൾ റിസൾട്ട് കിട്ടുകയും ചെയ്തു. കോഴിക്കോട് കുന്നമംഗലം അടുത്തുള്ളൊരു കേസ്, അവർ 3 പ്രാവശ്യം IVF ചെയ്തു. 2 എണ്ണം ഒരു സെൻറ്ററിൽ നിന്നും 1 വേറെ ഒരു സ്ഥലത്തു നിന്നും, 3ഉം ഫെയിലായി.
പിന്നെ ഡോണർ എഗ് വെച്ച് 4ാമത്തേത് ചെയ്യാൻ തീരുമാനിച്ചു. അതെങ്കിലും സക്സസ് ആവാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചാണ് എൻ്റെ അടുത്ത് വന്നത്. 6 മാസം ഞാൻ പറയുന്ന ടിപ്സുകൾ ചെയ്യാൻ അവരോട് പറഞ്ഞു. അതിനുശേഷം അവർക്ക് ഡോണർ എഗ് ഇല്ലാതെ അവരുടെ സ്വന്തം എഗ്ഗ് കൊണ്ട് തന്നെ, സ്വന്തം അണ്ടം കൊണ്ട് തന്നെ IVF ചെയ്യുകയും റിസൾട്ട് കിട്ടുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഒട്ടേറെ അനുഭവങ്ങൾ എനിക്കുണ്ട്. ഈ അടുത്ത ഒരു കേസിൽ IVFന് വേണ്ടി 3 പ്രാവശ്യം എഗ്ഗ് പിക്ക് ചെയ്യാൻ ശ്രമിച്ചു. 3 തവണയും എഗ്ഗ് കിട്ടിയില്ല. എഗ്ഗുകൾ വെള്ളം പോലെ ആവുന്നു എന്നാണ് അവർ പറഞ്ഞത്. എംറ്റി ഫോളിക്കൽ സിൻഡ്രോം ആണെന്നാണ് ഡോക്ടർ പറഞ്ഞു എന്നവർ പറഞ്ഞു. പിന്നീട് നമ്മൾ പറഞ്ഞ പോലെ ടിപ്സുകളൊക്കെ ഫോളോ ചെയ്തു. നല്ല എഗ്ഗ് കിട്ടി. അത് വെച്ച് IVF ചെയ്യുകയും റിസൾട്ട് കിട്ടുകയും ചെയ്തു. IVF ഫെയിലായ ശേഷം നോർമലായി ഗർഭിണിയായ ഒരുപാട് പേരുടെ സക്സസ് സ്റ്റോറി നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മളൊരു സക്സസ് സ്റ്റോറി പറഞ്ഞിട്ടുണ്ടല്ലോ. 19 വർഷത്തിന് ശേഷം നോർമലായി ഗർഭിണിയായ ആയിഷ എന്ന സഹോദരിയുടേത്. അവരും നേരത്തെ IVF ചെയ്ത് ഫെയിലായിരുന്നല്ലോ. പിന്നെ നോർമലായി ഗർഭിണിയായി. ഇങ്ങനെ 2ഉം 3ഉം IVFന് ശേഷം നോർമൽ പ്രഗ്നൻസി കിട്ടിയ സക്സസ് സ്റ്റോറികളും നിങ്ങൾക്ക് ചാനലിൽ കാണാൻ കഴിയും. പറഞ്ഞു വന്നത് ചില ഘട്ടങ്ങളിൽ IVF ചെയ്യേണ്ടി വരും. അപ്പോൾ വേഗം പോയി IVF ചെയ്യുന്നതിന് പകരം അത് സക്സസ് ആവാൻ എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്ന് പഠിച്ച് മനസ്സിലാക്കി അത് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഏത് IVF സെൻറ്ററും സ്വീകരിക്കാം. അവരെല്ലാവരും ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെന്ന് തന്നെയാണ്. ഭാര്യയും ഭർത്താവും നന്നായി ഒരുങ്ങി ഭക്ഷണ ആരോഗ്യ ജീവിത ശൈലിയിലൊക്കെ ശ്രദ്ധിച്ച് അണ്ടവും ബീജവും നല്ല ക്വാളിറ്റി ഉള്ളതാക്കി ആരോഗ്യകരമായ ഇംപ്ലാന്റേഷൻ വേഗം നടക്കുന്ന രൂപത്തിൽ മെച്ചപ്പെട്ട യൂട്രസ് ലൈനിങ് ഉണ്ടായി ഭ്രൂണത്തിന് വളർച്ച ലഭിക്കാൻ പോകുന്ന രൂപത്തിലുള്ള ആരോഗ്യസ്ഥിതി ഇതെല്ലാം ഉണ്ടാക്കി IVFന് പോവുക. അതോടൊപ്പം തന്നെ അബോർഷൻ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ഇല്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. ടെൻഷനും സ്ട്രെസ്സും ഇല്ലാത്ത മാനസിക ആരോഗ്യം കൈവരിക്കുക. ഇങ്ങനെ ഒരു നല്ല പ്ലാനിങ്ങോടെ തയ്യാറെടുപ്പോടെ പോകുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാനുള്ള സാധ്യതയും കൂടുന്നു. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.